തിരുവോണത്തിന് രാവിലെ ഉണ്ടാക്കി കഴിക്കാറുള്ള പഴനുറുക്കാണ് ഇത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ഓരോന്ന് 4ആയി മുറിച്ച് പാത്രത്തിലേക്കിടാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വാഴയില വെച്ച് മൂടി ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. വേവുമ്പോഴേക്കും ഒരു 3 അച്ച് ശർക്കര 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെക്കാം. പഴത്തിലെ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ഒഴിക്കാം. അരിച്ചതാണ് ഇത്. ഇനി ശർക്കരയിലിട്ട് പഴമൊന്ന് വരട്ടിയെടുക്കണം. ഒട്ടും ഉടയാതെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് വരട്ടാം. പിന്നെ 1/4 സ്പൂൺ വീതം ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്തിളക്കുന്നുണ്ട്. ശർക്കരയൊക്കെ പഴത്തിലേക്ക് നന്നായി പിടിച്ച് കുറുകി വരുന്നുണ്ട്. ഇനി 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. വീണ്ടും ഇളക്കി കുറുക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ തേങ്ങ ചിരകിയിട്ടാലും മതി. ഒരുപാട് വറ്റിക്കേണ്ട, ഒന്ന് കുറുകി ഇതുപോലെ ആയാൽ മതി. ഇത്രയേ ഉള്ളൂ, പഴനുറുക്കായിട്ടുണ്ട്. ഇനി ഇത് ഇലയിലേക്കിട്ട് പഴം നന്നായി ഉടച്ച് പപ്പടം പൊടിച്ചു കൂട്ടി കഴിക്കണം. നല്ല ടേസ്റ്റാണ്. പക്ഷേ പഴം നല്ല പഴുത്തതായിരിക്കണേ. ഉടയ്ക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞു വരണം. പിന്നെ ഈ നിറം കണ്ടിട്ട് മധുരം കൂടുതലാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ആ പഴമൊക്കെ ഉടച്ച് പപ്പടത്തിൻ്റെ ചെറിയ ഉപ്പൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു രുചിയാണ്.